ഹലോ ഫ്രണ്ട്സ്, ഫ്രീ ആയിട്ട് സിനിമ കാണുന്ന ഒരു ടെക്നിക്കാണ്. വലിയ ടെക്നിക്കൊന്നുമല്ല, എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. നമ്മൾ പോയിൻ്റ് റെഡീം ചെയ്ത്, ഡെബിറ്റ് കാർഡിൻ്റെ പോയിൻ്റ് റെഡീം ചെയ്ത് ഒരു 100-97 പേർക്ക് അറിയണ ഒരു കാര്യമാണ്. അപ്പോൾ അറിയാത്തൊരു 3 പേർക്ക് വേണ്ടി മാത്രമാണ് വീഡിയോ. അറിയണവർ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തൊരു കാണുക. ഓഗസ്റ്റ് മാസം നിറയെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എങ്ങനെ വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ പോകണോ, ബുക്ക് മൈ ഷോ എടുക്കണോ. ഞാൻ പാലക്കാടാണ്, ബുക്ക് മൈ ഷോ പാലക്കാട് എടുത്തു. ഇപ്പോൾ മോഹൻലാലിൻ്റെ മോളുടെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കുകയാണ് തുടക്കം. അപ്പോൾ ആദ്യം ലോഗിൻ ചെയ്യണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്നാലേ നമുക്ക് റെഡീം ഇതാവുള്ളൂ, അല്ലെങ്കിൽ അത് ഫലവത്താവില്ല. നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തോ ഇമെയിൽ കൊടുത്തോ റെഡീം ചെയ്യുക. 1 ടൈം പാസ്വേഡ് വരും, അത് കൊടുക്കുക. റെഡീം ചെയ്യണോ, റെഡീം ചെയ്യല്ല, ലോഗിൻ ചെയ്യണോ. വൺ ടൈം പാസ്വേഡ് കൊടുത്ത് സംഭവം സിമ്പിൾ സ്റ്റെപ്സാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യണ പരിപാടിയാണിത്. അതായത് നമ്മൾ ട്രാൻസാക്ഷനിലൂടെ കാർഡിൽ കിട്ടുന്ന പോയിൻറ്റ്സ് റെഡീം ചെയ്ത് സിനിമ ടിക്കറ്റായിട്ട് മാറാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് വേണ്ട സിനിമ സെലക്ട് ചെയ്യുക. ലോഗിൻ ചെയ്യാൻ മറക്കരുത്. ലോഗിൻ ചെയ്തില്ലെങ്കിൽ ഇത് ബാക്കി പ്രോസസ്സൊക്കെ നടക്കുമെങ്കിലും ഫൈനൽ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ ലോഗിൻ ചെയ്യാൻ മറക്കരുത്. ആപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യുക. ഞാൻ നെറ്റ് വഴിയാണ് ചെയ്യണം. അപ്പോൾ അത് സിനിമ സെലക്ട് ചെയ്തു. അതിൽ ബുക്ക് ടിക്കറ്റ്സ് കൊടുക്കണോ. നമുക്ക് ഇഷ്ടപ്പെട്ട തിയേറ്റർ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷോയും ബുക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഓഗസ്റ്റ് 7-നുള്ള നൈറ്റിലുള്ള ഷോ ആണ് ബുക്ക് ചെയ്യണത്. സീറ്റൊക്കെ സെലക്ട് ചെയ്യണോ. ബാക്കിയൊക്കെ നമ്മൾ ബുക്ക് മൈ ഷോയിൽ സാധാരണ ചെയ്യണ അതേ പ്രോസസ്സാണ്. പേയ്മെൻറ്റ് വരുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഇത് വീണ്ടും പറയണത് 2010 തൊട്ട് അറിയണ ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്ക് ഞാൻ കുറച്ച് കാലമായിട്ടാണ് അറിയണത്. അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ അത് ടിക്കറ്റ് ചാർജ്, അവരുടെ ബുക്ക് മൈ ഷോയിൻ്റെ പ്ലാറ്റ്ഫോം ഫീ എല്ലാം കഴിഞ്ഞ് ആ എമൗണ്ട് കാണിക്കും. അപ്പോൾ പേയ്മെൻറ്റ് വരുമ്പോൾ സാധാരണ നമ്മൾ ഡെബിറ്റ് കാർഡ് അങ്ങനെ കുറേ യൂസ് അല്ല ചെയ്യുക. അതിൽ ലാസ്റ്റുള്ള ഓപ്ഷൻ എടുക്കുക, റെഡീം പോയിൻറ്റ്സ്. അത് വരുമ്പോൾ കുറേ ബാങ്ക്സ് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ നമ്മൾ ഞാനിപ്പോൾ SBI ആയതുകൊണ്ടാണ് SBI ഡെബിറ്റ് കാർഡ് എടുക്കണം. അതിൽ ആദ്യം നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യണം. നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ കാർഡിലെ അവസാന 4 അക്ക നമ്പറും മൊബൈൽ നമ്പറും കൊടുക്കുക. ഇത് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ബാലൻസ് അപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. ബാലൻസ് ഉണ്ട്, എൻ്റെ കയ്യിൽ 940 രൂപയുണ്ട്. ഈ മാസം 5-6 സിനിമ കണ്ടാൽ തീരണ എമൗണ്ടാണ്. പിന്നെ നമ്മുടെ ക്യാഷ് പോകുന്നില്ലല്ലോ, റെഡീം പോയിൻറ്റ്സ് വെച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ അത് കൊടുത്താൽ അതിനൊരു OTP വരും. ആ OTP അടിച്ചു കൊടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോൾ യുവർ പോയിൻറ്റ്സ് ഹാവ് സക്സസ്ഫുള്ളി റെഡീംഡ് എന്ന് പറഞ്ഞ് വരും. അത് ഡിസ്മിസ് കൊടുത്ത് ബാക്ക് അടിക്കണം. ആ മേലെയാണ് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ. ഇതാ നോക്കിക്കോളൂ. റെഡീംഡ് പോയിൻ്റ്. ഞാൻ എമൗണ്ട് പേയബിൾ കണ്ട 0. എന്നിട്ട് കൺഫേം കൊടുത്താൽ ടിക്കറ്റ് ബുക്കായി. സംഭവം ഇത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ വീണ്ടും പറയണോ, ഇത് അറിയണ ഒരുപാട് പേരുണ്ട്, അറിയാത്ത കുറച്ച് പേരുണ്ടാവും. ആ കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്തത് ഈ വീഡിയോ. ഞാൻ ഈ ഇടയ്ക്കാണ് കണ്ടത്. ഇത് കണ്ട ശേഷം ഞാൻ ഇപ്പോൾ നിറയെ സിനിമ ഈ വഴി കാണുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്ക്